അതെ സാഗരേട്ട, മാർക്കോയും ലോപ്പസും ഒക്കെ കൂടെ ഉണ്ടെങ്കിലും സാഗരേട്ടൻ കണ്ണേട്ടനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അത് പിന്നെ കൊടുക്കാതിരിക്കൂ. അതുകൊണ്ടല്ലേ ഞാനും കൂടെ പോവാന്ന് വെച്ചത്. കണ്ണേട്ടന് ആവേശത്തില. വീട്ടിനകത്ത് ഇപ്പോഴും വീൽ ചെയറിലല്ലേ സഞ്ചാരം. മലയ്ക്ക് പോകുമ്പോ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വസ്ഥമായിട്ട് നടക്കാമല്ലോ. ആരും ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പരിചയക്കാരൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാ ശബരിമല. അതുകൊണ്ടേ മാസ്ക് ഒക്കെ വേണോന്ന് ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെ തലക്കെട്ടൊക്കെ കെട്ടിയാ ആളെയൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ല. പിന്നെ മറച്ചു പിടിക്കാൻ നിങ്ങളെല്ലാരും കൂടെ ഉണ്ടല്ലോ. എന്തായാലും ഇത്തവണ സാറിനെ മല കയറ്റണം. പക്ഷെ എരുമേലിയിൽ നിന്ന് നടന്നു പോകുന്നതാ കഷ്ടം. ഒരുപാട് നടക്കാനില്ലേ? അതൊന്നും സാരമില്ല. അയ്യപ്പ സ്വാമി കണ്ണൻ സ്വാമിയെ അവിടെ എത്തിച്ചിരിക്കും. അല്ല, കണ്ണൻ സ്വാമിയോ? ആ, മാലയിട്ട് കഴിഞ്ഞാ പിന്നെ സാറല്ലല്ലോ, സ്വാമിയല്ലേ. പോ. ദൈവമേ, ചെരുപ്പ് ഇവിടെ ഊരിയിടാം. ആരൊക്കെ വരുന്നേ നോക്കി. ഓ, ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചു അവരാണല്ലോ മാലയിട്ട് ഇറങ്ങിപ്പോ വരുന്നത്. സ്വന്തം അമ്മയെ കാണരുതെന്ന് മകൾ ആഗ്രഹിക്കുകയാണോ? എന്തിനാ സാഗരേട്ട കാണുന്നേ? കണ്ടു കഴിഞ്ഞാ പറയുന്നത് മുഴുവൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഓ, ഒരുത്തനെ കൊണ്ടുവന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ആ വരവത്ര പന്തിയല്ലല്ലോ. വല്ലതും പറയണമെങ്കിൽ ഒന്നും മിണ്ടണ്ട. എന്തിനാ മിണ്ടാതിരിക്കുന്നേ? ഇത് ക്ഷേത്രമുറ്റവാ, അല്ലാതെ അവരുടെ തറവാട് സ്വത്തൊന്നും അല്ല. എന്തിനാടി ഞങ്ങള് വന്നപ്പോ തന്നെ ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അയ്യോ, അമ്മ മുൻകൂട്ടി ഒന്ന് പറയാത്തെന്താ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്? എങ്കിൽ ഞങ്ങളെ അമ്മ ഇവരും വന്നിട്ടേ വരത്തുള്ളായിരുന്നു. അല്ലെങ്കിൽ വന്നെന്നറിഞ്ഞോണ്ടേ എങ്ങോട്ടെങ്കിലും മാറി നിക്കായിരുന്നു. ഇനി തൊഴുതിട്ട് വലിയ കാര്യമൊന്നും ഇല്ല അമ്മേ. ആ, അത് തന്നെ ഇപ്പൊ ഞാൻ സാഗരേട്ടനോടും പറഞ്ഞത്. ഞങ്ങള് തൊഴുതതിന്റെ ഫലം ഒക്കെ പോയെന്ന്. അതും ശബരിമലയിൽ പോവാനായിട്ട് മാലയിടാൻ വന്നത് സാഗരേട്ടൻ. ഓ, ഇവനും മലയ്ക്ക് പോകുന്നുണ്ടോ? എന്തിനാടാ ഇത്രയും ദൂരം പോയി ദൈവങ്ങളെ വിഷമിപ്പിക്കുന്നേ? ഞാൻ ദൈവങ്ങളെ വിഷമിപ്പിക്കാനല്ല, എല്ലാവർക്കും നന്മയുണ്ടാവാൻ പ്രാർത്ഥിക്കാനാ പോകുന്നത്. അതെ അതെ, എന്ന് വെച്ചാ അത്രയും പൊന്നാണല്ലോ നിന്റെ മനസ്സ്. എന്തായാലും എന്റെ ആങ്ങളെക്കാളും ആ മേഘനേക്കാളും ഒക്കെ നല്ല മനസ്സാ. എടി, മേഘേട്ടൻ കൂലിക്കെടുത്തിരുന്നല്ലേ ഇവനെ? മഹാലക്ഷ്മി നിന്റെ ഏട്ടനെയും തമ്മിൽ തെറ്റിക്കാൻ കുടുംബം കലക്കുന്ന ഒരുത്തനാ ഇവൻ. പിന്നെ എങ്ങനെ ഇവനൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാനാ? എന്തായാലും ഇപ്പൊ നന്നായിട്ട് എന്റെ സാഗരേട്ടൻ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നീ നോക്കിക്കോടി, നീയുമായിട്ടുള്ള ഇവന്റെ ജീവിതം മടുക്കുമ്പോ ഇവൻ നിന്നെ കളഞ്ഞിട്ട് പോവടി. അവസാനമേ നിനക്ക് ഏതെങ്കിലും ട്രെയിനിന്റെ മുന്നിൽ തല വെക്കേണ്ടിയും വരും. ഇല്ലെങ്കിൽ നോക്കിക്കോടി. എനിക്കും സാഗരേട്ടനുമേ നല്ല ജോലി വാഗ്ദാനം ചെയ്തതാ കണ്ണേട്ടനും ഏട്ടത്തിയൊക്കെ. ആ നേരത്ത് ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കാനാ തീരുമാനിച്ചേ. അന്യന്റെ വിയർപ്പിന്റെ പങ്കുപറ്റാൻ നടക്കുന്നത് അമ്മയുടെ മോനും അനന്തരവനുമാ. അവരാ സമ്പത്തിന്റെ പിന്നാലെ നടക്കുന്ന. സാഗരേട്ടനും ഒരു സമയത്ത് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതുകൊണ്ടാ കണ്ണേട്ടിന്റെ സ്വത്തും പണമൊന്നും വേണ്ടാന്ന് സാഗരേട്ടൻ എന്നോട് പറഞ്ഞത്. ആ, ബുദ്ധിയുള്ള കുറുക്കൻ അങ്ങനെയാടി. ആദ്യം മാന്യത കാണിക്കും, പെണ്ണിന്റെ വിശ്വാസം പിടിച്ചു പറ്റും, എന്നിട്ട് അവളെ തേച്ചിട്ട് പോവുകയും ചെയ്യും.
എന്റെ ആങ്ങളെയാണെങ്കിലും പറയുക, എന്റെ ഏട്ടൻ നിങ്ങളെ തേച്ചിട്ട് പോവാതിരുന്നാ കൊള്ളാം. എന്നെ തേച്ചിട്ട് പോയാ എനിക്ക് കേറി ചെല്ലുന്നൊരു വീടുണ്ടടി. എന്നാ കേട്ടോ, സാഗരേട്ടൻ എന്നെ വിട്ടുകളഞ്ഞാലും എനിക്ക് കേറി ചെല്ലാൻ ഒരു വീടുണ്ട്. എന്റെ കണ്ണേട്ടന്റെ